ഹലോ ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകളും കോഴിക്കോട് ബീച്ചിനെ കുറിച്ചുള്ളതാണ്. ഗേസ്, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു സൺഡേ ആണ് കേട്ടോ. ഭയങ്കര ആൾക്കാരാണ് കേട്ടോ, ഒരുപാട് ആൾക്കാർ. മറ്റൊരു ബീച്ചിലും ഞാൻ ഇത്രത്തോളം ഒരു തിരക്ക് കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പം നടക്കാൻ കൂടെ ബുദ്ധിമുട്ടാണ്, അതുപോലെ ആൾക്കാരാണ്. അപ്പം നമ്മുടെ ഇഷമാക്ക് ഒരു കാറ്റാടി മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇഷമാക്ക് എന്താ വേണ്ടേ ഇഷമാക്ക്? ഇത് വേണ്ട. ഇന്ന് വേണ്ടേ? ഇത് വേണോ? ഇതാണോ വേണ്ടേ? ഇഷമാക്ക് കാറ്റാടി മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. വാവ്, സൂപ്പറാണോ? ഇഷമോൾ ഇതാ കടലിലേക്ക്, ഇത് ഐഷു ഇഷമോളും കൂടെ കടലിലേക്ക്, വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും. ആദ്യമായിട്ടാണ് ഗൈസ് നമ്മുടെ ഇഷമോൾ കടൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അത്ഭുതത്തോടെ അവൾ നോക്കി നിൽക്കും, ഇതെന്താ സംഭവം എന്നറിയത്തില്ല. അത് ഇതാ വരുന്നു, ഇതാ പിടിച്ചു, ഇതാ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി ബീച്ചാണ് കേട്ടോ. നമുക്കിവിടെ കുളിക്കാനൊക്കെ പറ്റും. ചില ബീച്ചുകളിൽ പോയി കഴിഞ്ഞാൽ വലിയ വലിയ തിരകളൊക്കെ വരും, അപ്പോൾ ഇറങ്ങാനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് കുട്ടികളെ വരെ കൂട്ടി വന്നിട്ട് ഇവിടെ കുളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. കേസ് നിങ്ങൾ ഈ കാണുന്നതാണ് ചരണ്ടി ഐസ്, കോഴിക്കോട്ടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഐഷോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എങ്ങനെയുണ്ട് സംഭവം നോക്കട്ടെ. സൂപ്പറാണോ? ഇടിപെട്ട കേസ്. ഇവിടെ നമുക്ക് സ്പീഡ് ബോട്ട് സഫാരി നടത്താൻ പറ്റും, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഒരുപാട് പേര് ഇവിടുന്ന് പോകാനായിട്ട് റെഡി ആയി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല ബീച്ചുകളിലും പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, നമുക്ക് ഇത്രത്തോളം ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഫുഡ് കിട്ടുന്നു, ഇത്ര സ്നേഹമുള്ള ആൾക്കാരുള്ള ഒരു ജില്ല ഞാൻ വേറെ എവിടെയും കഴിക്കില്ല, സത്യം പറയാം. കാരണം ആ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെ ടേസ്റ്റ് ചെയ്യാത്ത അത്രയ്ക്ക്. നിങ്ങളിതുണ്ടോ ചെത്തൈസ്, ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുപോലെ പല പല വെറൈറ്റി സാധനങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ വന്നാൽ വയറ് നിറഞ്ഞ് പൊട്ടും, അതുപോലെ ഫുഡ്, വെറൈറ്റി ഫുഡാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഈ ബീച്ചിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ പട്ടമാണ് കേട്ടോ. പട്ടങ്ങൾ പറത്താനായിട്ട് നമുക്ക് പറ്റും. ഇതാണ് പട്ടം വിൽക്കുന്ന ഈ കട.
ഒരുപാട് പട്ടങ്ങൾ ഇവിടെ ആൾക്കാർ മേടിച്ചിട്ട് പറത്തുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെയാണ് പട്ടം പറത്തുന്നതൊക്കെ, ഇപ്പോൾ ഇത് കാണാൻ പോലും സാധിക്കാത്തൊരു കാഴ്ചയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പട്ടം പറത്താം. ഒരുപാട് പേര് വളരെ ഉയരത്തിൽ പട്ടം പറത്തുന്നത് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധ്യ വ്യൂ ആണ് കേട്ടോ. നിങ്ങളൊരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, ഈ സൂര്യാസ്തമയമൊക്കെ അതിമനോഹരമായിട്ടാണ് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം മനോഹരം. ഇതൊരു വലിയ ബീച്ചാണ്, ചെറിയൊരു ബീച്ചല്ല, ഭയങ്കര വലിപ്പമുള്ളൊരു ബീച്ച് കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കടൽപ്പാലം ഉണ്ടായിരുന്നു, അത് നശിച്ചുപോയി എന്നാണ്. കാരണം ഒരുപാട് തൂണുകൾ ഇങ്ങനെ ഇവിടെ കാണാം. അതിന് നേരെ കുറേ അപ്പുറ ഭാഗത്തായിട്ട്, അതിൻ്റെ നേരെ കുറച്ച് ദൂരത്തായിട്ട് നമുക്കൊരു കടൽപ്പാലം പോലെ ഒരു സെറ്റപ്പ് ഇവർ ചെയ്തിട്ടുണ്ട് നടന്ന ഉള്ളിലോട്ട് പോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ഞാൻ പല ബീച്ചുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു ക്രൗഡായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. എത്രമാത്രം ആളുകളാണ്. എനിക്ക് തോന്നുന്നില്ലേ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമായിരിക്കും ഈ ആളുകൾ വരുന്നതെന്നുള്ളത്. അതിന് മാത്രം ആൾക്കാരുണ്ട് ഈ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ എൻഡ് വരെ നല്ല ക്രൗഡ്. അത്യാവശ്യം നമുക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ആൾക്കാർ ഇവിടെ അത്രത്തോളം ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കോട് ബീച്ചിൽ അല്ലെങ്കിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വെറൈറ്റി ആയിട്ട് കിട്ടുന്ന ഫുഡ് ഐറ്റംസിൽ ഒന്ന് ഉപ്പിലിട്ട സാധനങ്ങളാണ് കേട്ടോ. ഞാനിതൊരു ഉപ്പിലിട്ട മാങ്ങയുണ്ട്. ഈ സാധാരണ ഉപ്പിലിട്ടതിന് ടേസ്റ്റ് അല്ല കേട്ടോ, തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ സാധാരണ കണ്ടതിൽ വെച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഒരു രക്ഷയില്ല ഗൈസ്. അതുപോലെ ഇത് ചൗ ചൗ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് കേട്ടോ, ഉപ്പിലിട്ട് അടിപൊളിയാണ് കേട്ടോ, മസാലയും കൂട്ടി അടിക്കാനായിട്ട്. ഇഷ്ടംപോൾ വെള്ളത്തിൽ ചാടി നിക്കറൊക്കെ ഊരിക്കളഞ്ഞ് ഇപ്പം മണ്ണിൽ കളി തുടങ്ങിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അയ്യോ അയ്യോ. രണ്ട് വമ്പൻ ഒട്ടകങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഒട്ടകപ്പുറത്ത് സഫാരി ചെയ്യണോ? ഒട്ടകങ്ങളുണ്ട്. സ്പീഡ് ബോട്ടിൽ പോകണോ? സ്പീഡ് ബോട്ടുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇവിടെ. ഇഷമോളും ഐഷും കൂടി ഇതാ ഒട്ടകപ്പുറത്ത് കയറി ഒട്ടക സഫാരി നടത്തുകയാണ് ഗൈസ്. സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ഇഷമോളെ ഈ ടാറ്റ എന്നേ, ടാറ്റ ടാറ്റ. ഗൈസ് 100 രൂപ കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്കും ഈ ഒട്ടകപ്പുറത്ത് കയറിയിട്ട്. അതായത് കൂടിപ്പോയാൽ 5 മിനിറ്റ് മാക്സിമം അവർ ബീച്ച് വഴി ഒന്ന് നടത്തും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കോഴിക്കോട്? അടിപൊളിയായിരുന്നു. ഒട്ടകവും ഐശ്വര്യയും അച്ചാറും ഉപ്പിലിട്ടതും എല്ലാം കൂടെ
അടിപൊളിയായിരുന്നു. ഇഷമോക്കും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പുതിയ സ്ഥലത്തെ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും ബൈ ബൈ. ഇഷമോളെ ബൈ പറഞ്ഞേ. ബൈ ബൈ. ബൈ ബൈ. ഉമ്മ കൊടുത്തേ. ബൈ ബൈ ഉമ്മ.